1851 ലൂയി പാസ്റ്റർ തന്റെ ഗവേഷണങ്ങൾ തുടങ്ങുന്നത്. അന്ന് അദ്ദേഹം തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, അനേകം രഹസ്യങ്ങളുടെ വക്കത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അവ മൂടിയിരിക്കുന്ന പുതപ്പിനെ കട്ടി കുറഞ്ഞു വരുന്നതായി ഞാൻ കാണുന്നു. വർഷം 1860. ലൂയി പാസ്റ്റർ ആൽപ്സ് പർവ്വതത്തിന് മുകളിലേക്കൊരു യാത്ര നടത്തി. പഞ്ചസാര ലായനിയും ഈസ്റ്റും കലക്കിയ 30ഓളം പരീക്ഷണ കുപ്പികൾ അദ്ദേഹം കയ്യിൽ കരുതിയിരുന്നു. ആൽപ്സ് പർവ്വതത്തിന് മുകളിലെ ശുദ്ധമായ വായു കുപ്പികളിൽ നിറയ്ക്കണം. അതിനായിരുന്നു യാത്ര. പരീക്ഷണശാലയിലും പുറത്തുമൊക്കെയുള്ള വായുവിൽ നിറയെ സൂക്ഷ്മജീവികളുണ്ടെന്ന് പാസ്റ്ററിനറിയാമായിരുന്നു. അശുദ്ധമായ ഈ വായു പഞ്ചസാര ലായനിയിലേക്ക് കയറുന്നതുകൊണ്ടാണ് കുപ്പിയിലെ ദ്രാവകം പുളിച്ചു പോകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം. ഇതിനായി ആൽപ്സ് പർവ്വതത്തിൽ 1500 മീറ്റർ ഉയരത്തിൽ നിന്നുള്ള ശുദ്ധവായുവുമായി സമ്പർക്കം വരുത്തിയ കുപ്പികൾ അടച്ച ശേഷം അദ്ദേഹം അവ താഴെ പരീക്ഷണശാലയിൽ വെച്ച് പിന്നീട് പരിശോധിച്ചു. അത്ഭുതം! അവ ഒന്നുപോലും പുളിച്ചു പോയിരുന്നില്ല. എന്നാൽ താഴെ നിന്നുള്ള വായു കലർന്ന ദ്രാവകങ്ങൾ അടച്ചുവെച്ച ശേഷം ഏതാനും ദിവസങ്ങൾക്കകം പുളിക്കുന്നു. അതോടെ താൻ തേടി നടന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹത്തിന് ലഭിച്ചു. പാലും തൈരും വൈനുമെല്ലാം പുളിക്കാൻ കാരണമാകുന്ന ബാക്ടീരിയകൾ അന്തരീക്ഷത്തിൽ നിന്നാണ് എത്തുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ശാസ്ത്രചരിത്രത്തിൽ തന്നെ ഒട്ടേറെ നേട്ടങ്ങൾക്ക് കാരണമായി മാറിയ കണ്ടെത്തലായിരുന്നു അത്. ആ പ്രപഞ്ച രഹസ്യത്തിന്റെ താക്കോലാണ് ആൽപ്സിലേക്കുള്ള സാഹസിക യാത്രയിൽ അദ്ദേഹത്തിന് വീണുകിട്ടിയത്. ഇതായിരുന്നു പിന്നീടുള്ള എല്ലാ ഗവേഷണങ്ങളുടെയും ഊർജവും. ആഗ്രഹിക്കുന്ന മനസ്സുകൾക്ക് അവസരങ്ങൾ തുറന്നുകിട്ടു. ഇത് പാസ്റ്ററുടെ വിശ്വാസമായിരുന്നു. ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കണ്ട, ആകാശമാകട്ടെ അതിന്റെ പരിധി. വലിയ അവസരങ്ങളുടെ താക്കോൽ നമ്മെ തേടി വരിക തന്നെ ചെയ്യും. ശുഭദിനം.